നമ്മളിവിടെ ഡാൻസ് പഠിക്കുന്നവരെ പരിഹസിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. ഇപ്പോൾ എൻ്റെ ചേട്ടൻ ഡാൻസറാണ്. ഇപ്പോൾ ചേട്ടനെയൊക്കെ ഞാനും കളിയാക്കിയിട്ടുണ്ട്. ഈ പെണ്ണാച്ചി എന്നൊക്കെ വിളിച്ച് ചാന്ത് സിനിമ ഇറങ്ങിയതിന് ശേഷം പിന്നെ അതായിരുന്നു ചാന്ത് എന്ന് പറഞ്ഞ് കളിയാക്കും. അതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു തിരുനങ്കൈ എന്ന പേരും അല്ലെങ്കിൽ ആ രൂപവും ശരീരം സ്ത്രീയായി മാറിയ പുരുഷ ശരീരം ആദ്യമായിട്ട് കാണുന്നത് തമിഴ്നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന യാത്രയിൽ കാൽപ്പാടി എന്ന് പറയുന്ന സ്റ്റേഷനിൽ നിന്ന് കയറുന്ന ഒരു തിരുനങ്കയാണ്. അവർ ഈ പറഞ്ഞ പോലെ അഞ്ചടിക്ക് മേലെയുണ്ട്, നല്ല ഒത്ത ഒരു രൂപം. അവർ വന്നു പൈസ ചോദിച്ചു. അപ്പോൾ പൈസ ഇല്ല, അവർക്ക് കൊടുക്കാനുള്ള പൈസ ഇല്ല, സത്യത്തിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ പതിവ് കുറേ ചീത്തയും പിന്നെ ഒന്ന് അടിവസ്ത്രം കാണിച്ച് തന്നിട്ട് അവർ പോയി. ഇവരിത് കാണിച്ചിട്ട് പോയാൽ പിന്നെ ബാക്കിയുള്ളവർ നമ്മളെ നോക്കുന്നത് വേറെന്തോ അർത്ഥത്തിലാണ്. കുറേ നേരം പിന്നെ അവിടെ ഇരിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ പതുക്കെ നടന്ന് അപ്പുറത്ത് മാറിയിരുന്നു. അങ്ങനെ എറണാകുളത്തെത്തി തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ എന്തായാലും ഓക്കെയാണ്, അടുത്ത ഒരു മാസം കഴിയുമ്പോൾ പടം തുടങ്ങും. ഇപ്പോൾ ജസ്റ്റ് പ്രാക്ടീസിന് പോയതാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നുണയൊക്കെ പറഞ്ഞു. ഈ ഒരു മാസം കഴിഞ്ഞിട്ടും 2 മാസം കഴിഞ്ഞിട്ടും അവിടെ നിന്ന് വിളി വരുന്നില്ല. ലെനിൻ സാറിനെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്തിട്ട് കണക്ഷൻ കിട്ടുന്നില്ല. പിന്നെ റസാൻ സാറിനോട് പോയി പറഞ്ഞു, ഇങ്ങനെ സാറ് പോയിട്ട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ ഏകദേശം ആ പ്രൊഡ്യൂസർ അത് വേണ്ട എന്ന് വെച്ചു. അതൊരു കച്ചവട സിനിമയല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് ഒക്കെ ആയിട്ട് എന്താണെന്ന് കൃത്യം അറിയില്ല. എന്തായാലും ആ ഒരു തീരുമാനം, ആ സിനിമ ചെയ്യാമെന്നുള്ളൊരു തീരുമാനം അവർ വേണ്ടാന്ന് വെക്കുകയാണെന്നുള്ളൊരു ഇത് കിട്ടി. പക്ഷേ പിന്നീട് എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ സ്വയം ഞാൻ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ യൂണിവേഴ്സലായിട്ട് ക്രിയേറ്റ് ചെയ്തതോ എന്തോ, നാട്ടിൽ നിൽക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായില്ല. എങ്ങനെയെങ്കിലും മദ്രാസിലേക്ക് വീണ്ടും കയറുക എന്നുള്ളതായിരുന്നു. പിന്നെ സാറ് വിളിക്കാതെ തന്നെ മദ്രാസിലേക്ക് പോവുകയും മദ്രാസിൽ സാറിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിച്ച് സാറിൻ്റെ സ്റ്റുഡിയോ, സാറ് ഇവിടെ നിന്ന് ടി നഗറിൽ നിന്ന് മാറിയിട്ട് കോടമ്പക്കത്ത് സാറ് സ്റ്റുഡിയോ എടുത്തു. അപ്പോൾ കോടമ്പക്കത്ത് കണ്ടുപിടിച്ച് പോയി. അപ്പോൾ സാറ് ഒരു കാര്യം ചെയ്യാം, നമുക്ക് നീ ഇവിടെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് നിൽക്ക്, എന്നിട്ട് അത് ഡിസ്കഷൻ നടക്കുന്നുണ്ട്, ചിലപ്പോൾ പടം നടക്കും എന്നുള്ള രീതിയിൽ വീണ്ടും ഒരു ആശ്വാസം തന്നു. അപ്പോൾ അതൊക്കെ കോടമ്പക്കത്ത് കുറച്ച് ദിവസം ആ സ്റ്റുഡിയോൻ്റെ അടുത്ത് തന്നെ ഒരു മുറിയുണ്ട്, അവിടെ താമസിച്ചു. ആ സ്റ്റുഡിയോയിൽ രാവിലെയൊക്കെ വന്ന് സ്റ്റുഡിയോയിലിരുന്ന് കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറഞ്ഞു. അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ സാറ് എന്നോട് പറഞ്ഞു, തിരിച്ചു പോയിക്കോ, പടം ഉണ്ടെങ്കിൽ വിളിക്കാം, നമ്മളിപ്പോൾ അത് വേണ്ടാന്ന് ബ്രേക്ക് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ അവിടെ നിന്നിട്ട് എൻ്റെ ചേട്ടൻ ചെന്നൈയിലുണ്ടല്ലോ, അപ്പോൾ ചേട്ടനെ ബന്ധപ്പെട്ടു, ചെന്നൈയിൽ വേറെ എന്തെങ്കിലും മാർഗ്ഗമായിട്ട് ഇവിടെ നിൽക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ്. ചേട്ടൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല, കാരണം ഈ എൻ്റെ നാട്ടിലെ പ്രവർത്തികളും എൻ്റെ സ്വഭാവവും എപ്പോൾ വേണമെങ്കിലും ഞാൻ ആൾ മാറാം. അപ്പോൾ ഈ ധനഞ്ജയൻ മാഷിൻ്റെ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഡാൻസ് അല്ലെങ്കിൽ ആ ഒരു കൾച്ചർ വേറെയാണ്. അവിടെ എന്നെ കൊണ്ടുപോയാൽ ഉണ്ടാവാൻ പോകുന്ന ഒരു ദുരന്തം നേരത്തെ കണ്ടിട്ടാവാം ചേട്ടൻ എന്തായാലും അങ്ങോട്ട് കൊണ്ടുപോകാൻ തയ്യാറായില്ല. അപ്പോൾ ചേക്പട്ടിൽ എൻ്റെ ചേട്ടൻ വാടകയ്ക്ക് താമസിച്ചിരുന്ന വകയിൽ ഒരു സുഹൃത്തിനെ കിട്ടിയിരുന്നു. വിജിൽ എന്നാണ് അയാളുടെ പേര്. അയാൾ ഈ നമ്മുടെ പാഠശാല ആ ഭാഗം ആണ്. അദ്ദേഹത്തിന് ഈ ചായയുടെ ബിസിനസ്സാണ്. ചായ ഉണ്ടാക്കി ക്യാനിൽ കിറ്റലിലാക്കിയിട്ട് അത് ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഓരോ കടകളിലൊക്കെ രാവിലെയും വൈകിട്ടും കൊണ്ടു കൊടുക്കണം. അപ്പോൾ അദ്ദേഹത്തിനൊരു സ്റ്റാഫുണ്ട്, ബാബു. അപ്പോൾ അതിൻ്റെ ഒപ്പം ഒരു സ്റ്റാഫും കൂടി നിർത്താമോ എന്ന് ചേട്ടൻ വിളിച്ച് ചോദിക്കുകയും, അനിയന് ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി താല്പര്യപ്പെട്ട് നടക്കുന്ന ഒരാളാണ്, അപ്പോൾ തൽക്കാലം എന്തെങ്കിലും ഒരു ജോലി കൊടുത്ത്, പൈസയൊന്നും വലിയ കാര്യമായിട്ട് കുഴപ്പമില്ല, അതിന് താമസിക്കാനുള്ളൊരു സ്ഥലവും പിന്നെ ഈ സിനിമ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകാനുള്ളൊരു
ഫ്രീഡം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ വിജിൽ വരാൻ പറഞ്ഞു. അങ്ങനെ വിജിലിൻ്റെ അടുത്ത് പോയി ജോയിൻ ചെയ്തു. വിജിൽ വളരെ നല്ല മനുഷ്യനായിട്ടുള്ള, ഭയങ്കര സ്നേഹമുള്ള, പഴയ ഭാഗ്യരാജിനെ പോലെയൊക്കെ ഇരിക്കും കാഴ്ചയ്ക്ക്. അങ്ങനെ വിജിൽ എനിക്കൊരു സൈക്കിളും ചായക്കിറ്റിലും സമ്മാനിച്ചു. ചേക്ക്പെട്ടിൽ മുറിയിൽ ഒരു പായും കിട്ടി. ബാബു അണ്ണനുണ്ട്. വടപഴനി ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. ആ സ്കൂളിൻ്റെ അടുത്താണ് ഈ ഒരു തുണിക്കടയാണ്, സ്റ്റോപ്പ് ആൻഡ് ഷോപ്പോ അങ്ങനെ എന്തോ പേര്, ഒരു വലിയ തുണിക്കട. അപ്പോൾ അതിൻ്റെ ഗേറ്റിൻ്റെ അവിടെ തന്നെ ഒരു വലിയ, അത്യാവശ്യം നമ്മുടെ ഇവിടെയൊക്കെ അതൊരു വലിയൊരു അമ്പലം തന്നെയാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് അതൊരു കടയുടെ മുമ്പിലുള്ള ഒരു കുഞ്ഞമ്പലം എന്നുള്ളൊരു നിലയാണ്. അപ്പോൾ ഒരു ഗണപതിയുടെ ഒരു അമ്പലമുണ്ട്. അമ്പലം കഴിഞ്ഞ് കയറി വന്നപ്പോൾ കുറേ പടിക്കെട്ടുകൾ കയറിയിട്ട് ഗ്ലാസ് ഡോറ്. അപ്പം ഞാൻ ആദ്യത്തെ ദിവസം പോകുന്നത് തന്നെ ഈ ഫ്രണ്ടിൽ കൂടിയാണ്. അപ്പോൾ എനിക്കറിയില്ല. അപ്പോൾ ഒരു ദിവസം വിജിൽ ഉള്ളപ്പോൾ എന്നെ കൊണ്ട് കാണിച്ചിരുന്നു. പക്ഷേ വിജിലിൻ്റെ കൂടെ പോയത് അതിൽ ആ ഫ്രണ്ട് ഡോറിൽ കൂടി തന്നെയാണ്. പക്ഷേ വിജിലിന് അതിൽ അന്ന് പോകാനുള്ളൊരു കാരണം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ സെക്യൂരിറ്റി ആയിട്ട് എന്തോ സംസാരിച്ചിട്ടാണ് വിജിൽ അന്ന് കയറിയത്. എന്നെ ഒറ്റയ്ക്ക് ഏൽപ്പിച്ച് എന്നോട് കൊണ്ടുപോയി തുടങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പോയപ്പോൾ എന്നെ ഈ സെക്യൂരിറ്റി തടഞ്ഞു. ഫ്രണ്ടിൽ കൂടി കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പുറകിൽ കൂടിയുള്ള ഡോറ് കാണിച്ചു. അങ്ങനെ പുറകിൽ കൂടി പോയി അവരുടെ റെസ്റ്റ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ചെന്ന് ഈ ചായ വയ്ക്കാനുള്ളൊരു ടേബിളുണ്ട്. ചായയും സമൂസ, കട്ട്ലേറ്റ്, അങ്ങനെ കുറച്ച് കടികളുണ്ടാവും. അപ്പോൾ ഇത് കൊടുക്കുക, പൈസ വാങ്ങുക, അത് വിജിലിന് വൈകുന്നേരം കൊണ്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് പണി. അപ്പോൾ ഈ സിനിമാ അന്വേഷണം എവിടെ തുടങ്ങണം എന്ന് ഒരു അറിവില്ല. ചെന്നൈയിൽ എവിടെയാണ് സിനിമാക്കാരുള്ളത്, എങ്ങനെ നമ്മൾ സഞ്ചരിച്ചാലാണ് സിനിമയിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളത് അറിയില്ല. നമുക്കാകെ ഉള്ള അറിവ് ലെനിൻ സാറാണ്. ലെനിൻ സാറ് ഈ പറഞ്ഞ പോലെ ഉപേക്ഷിച്ച മട്ടിൽ വിട്ടു, പോയിക്കോളാൻ പറഞ്ഞു. ഇനി ഉണ്ടെങ്കിൽ വിളിക്കാം എന്നുള്ള രീതിയിൽ വിട്ടല്ലോ. അപ്പോൾ ഞാൻ ഈ ചായപാത്രമായിട്ട് ദിവസവും ചേക്ക്പട്ടിയിൽ നിന്ന് വടപഴനി വരെ ഈ അറിയാവുന്നവർക്ക് അതിൻ്റെ ദൂരം മനസ്സിലാക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അത് അവിടുത്തെ വെയിലും അതും കൊണ്ട് ചവിട്ടി വന്ന് ഈ പറഞ്ഞ ചായ കൊടുത്ത് തിരിച്ച് വരുമ്പോൾ ഇങ്ങനെ റോട്ടിലൊക്കെ നോക്കും. അവിടെ വരുന്ന വലിയ വലിയ കാറുകളിൽ വന്നിറങ്ങുന്ന ഈ സിനിമാക്കാരനെന്നും തോന്നുന്ന ആളുകളുടെ അടുത്തേക്ക് ഓടിച്ചു ചെന്നിട്ട് അപ്പോൾ ചെന്ന് അവിടെ പോയി ഇങ്ങനെ നിൽക്കുമ്പോൾ അവർ എന്നപ്പാ സാർ നിങ്ങൾ സിനിമാവാ? അപ്പോൾ ഇല്ല സോറി സാർ. ഇങ്ങനെ അത്യാവശ്യം വലിയ വലിയ കാറുകൾ സിനിമാക്കാരായിട്ട് ഫീൽ ചെയ്യുന്നവരോട് ഇങ്ങനെ ചോദിക്കുക അല്ലാതെ എനിക്ക് വേറെ അവിടെ ഒരു ബന്ധം കിട്ടുന്നില്ല. അപ്പോൾ അവിടെ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു സെലിബ്രിറ്റീനെ അവിടെ വെച്ച് കാണുകയാണ്. സെലിബ്രിറ്റിയുടെ മകനും. എനിക്കത് ഭയങ്കര ഒരു 3-4 ദിവസം, ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ജീവിതം ഇത് ഒരു മടുപ്പല്ല, നമ്മുടെ ഉദ്ദേശത്തിലേക്ക് എത്തുന്നില്ലല്ലോ. ഈ ചേക്ക്പട്ടി പോയി കിടക്കുന്നു, രാവിലെ അയാൾ ഉണ്ടാക്കി തരുന്ന ചായ ഇതിൽ കിറ്റിലാക്കുന്നു, സൈക്കിൾ ചവിട്ടി ഇവിടെ വരുന്നു, വിൽക്കുന്നു. ഈ ചായപ്പണി ചെയ്യാനാണെങ്കിൽ നാട്ടിൽ ചെയ്താൽ പോരെ. അപ്പം നമ്മൾ ഇതിനേക്കാൾ നല്ല പണികൾ ഉപേക്ഷിച്ചിട്ടാണല്ലോ നമ്മൾ സിനിമ എന്ന് പറഞ്ഞ് ഇവിടെ വന്നേക്കണേ. ഇവിടെ വന്നിട്ട് ഈ ചായ വിൽക്കാനാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നൊരു മടിപ്പൊക്കെ വന്നിരിക്കുമ്പോൾ സമയത്താണ് ഈ വൈകുന്നേരത്തെ ചായ കൊടുക്കാൻ പോയിട്ട് ഈ പുറകുവശത്തിൽ കൂടിയാണ് വരേണ്ടത്. പക്ഷേ എനിക്ക് അന്ന് ഇതിൻ്റെ അകത്ത് കൂടി പോരാനുള്ള, അതെന്ന് വെച്ചാൽ ഫ്ലാസ്ക് എടുക്കണം. ഈ ഓഫീസിൽ ഉള്ള അക്കൗണ്ട്സിലൊക്കെ ഉള്ളവർക്ക് ഫ്ലാസ്കിൽ അവരിരിക്കുന്നിടത്തേക്ക് കൊടുക്കണം. അപ്പോൾ അത് ഫ്ലാസ്ക് അവിടെ നിന്ന് എടുത്തിട്ട് ഈ ഫ്രണ്ട് ഡോറിൽ കൂടി ഇറങ്ങാനുള്ളൊരു ചാൻസ് കിട്ടി. അപ്പോൾ അങ്ങനെ ഈ കച്ചവടം നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടി വരാൻ നേരത്ത് ഞാൻ ഭയങ്കര സന്തോഷവാനായി. 2 പേരെ കണ്ടിട്ട്, അമ്മയും മോനുമാണ്. അത് പാർവതി ചേച്ചിയും കാളിദാസും ആയിരുന്നു. അപ്പോൾ പാർവതി ചേച്ചിനെ കണ്ട് ഞാനിങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ്, എനിക്ക് എന്താ പറയുക, അമ്മയെ കണ്ട പോലെ. നമ്മുടെ നാട്ടിലുള്ള ഒരാളും പിന്നെ എന്താ പറയുക, സിനിമ
എന്ന് പറയുന്ന സ്വപ്നമായിട്ട് വന്ന ഒരാളാണല്ലോ. അപ്പോൾ ആ സ്വപ്ന ലോകത്തെ ഒരു നായികയെ കാണുന്നു, നമുക്കൊരു പ്രതീക്ഷ അവിടെ ഉണ്ടാവുന്നു. അപ്പോൾ കാളിദാസൻ ചെറുതാണ്, കുട്ടിയാണ്. ഞാൻ പാർവതി ചേച്ചിയെടുത്ത് പോയി സംസാരിച്ചു. ഞാൻ മലയാളിയാണ്, തൃപ്പൂണിത്തുറയിൽ നിന്നാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പോൾ തൽക്കാലം ചായ വയ്ക്കുകയാണ്, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞു. ആണോ എന്ന് പറഞ്ഞിട്ട് അത്രേ പറഞ്ഞുള്ളൂ. പിന്നെ ഞങ്ങൾ പോയി, ഞാനും കൂടെ ഇറങ്ങി. പക്ഷേ ആ ഒരു കാഴ്ച എനിക്ക് തന്ന ഒരു തിരിച്ചുവരവുണ്ട്. എന്തോ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അവരെ കാണേണ്ട കാര്യമില്ല. സ്വയം നമ്മൾ നിമിത്തങ്ങൾ ഉണ്ടാക്കുകയാണല്ലോ, നമുക്ക് വേണ്ട കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന നിമിത്തങ്ങളാണ്. എന്തായാലും ആ ഒരു അന്ന് അവിടെ കാണാൻ കഴിഞ്ഞതുകൊണ്ട് പിന്നെയും അവിടെ നിൽക്കാനുള്ളൊരു പ്രേരണ ഉണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് ഈ രാവിലത്തെ ചായ കൊടുത്തു കഴിഞ്ഞ് ഏകദേശം ഒരു 10:30-11 മണിയാകുമ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ വന്ന വഴിക്ക് വടപഴനി ഭാഗത്തുള്ള ചായക്കടയിൽ ചായ കുടിക്കാനായിട്ട് നിൽക്കും. ഒരു ചായയും ഒരു സിഗരറ്റും വാങ്ങിക്കുക. അപ്പോൾ ഒരുപാട് മുടി വളർത്തിയ എന്നെപ്പോലെയൊക്കെ തന്നെയുള്ള, അല്ലെങ്കിൽ ആർട്ടിസ്റ്റായിട്ട് തോന്നുന്ന, അല്ലെങ്കിൽ ഈ കലാകാരന്മാരായിട്ട് ഫീൽ ചെയ്യുന്ന കുറച്ച് ആളുകളെ കാണാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പതുക്കെ അവരുമായിട്ടൊക്കെ സംസാരിച്ച്, അപ്പോൾ എല്ലാവരും സിനിമ മോഹികളാണ്. സിനിമ അന്വേഷണം നടത്തുന്നവരും സിനിമ മോഹിക്കുന്നവരും 1-2 സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയവർ. അപ്പം നമ്മൾ കറക്റ്റായിട്ട് വീണു. പിന്നെ അവരോട് സംസാരിച്ച് പതുക്കെ അപ്പോൾ അവർ പറഞ്ഞു ഫോട്ടോയും അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് കുറച്ച് ഡിഫറെൻറ്റ് ഫോട്ടോകൾ എടുക്കുക, അഭിനയിച്ച പോലെ ഇങ്ങനെ എക്സ്പ്രഷനൊക്കെ ഇട്ട് ഫോട്ടോസ് എടുക്കുക. എന്നിട്ട് അതിൽ ബാക്കിൽ പേരൊക്കെ എഴുതി, നമ്പർ എഴുതി, നമ്മൾ ഓഫീസുകളിൽ ഇവിടെ ഇന്ന സ്ഥലത്ത് ഇന്ന ഡയറക്ടേഴ്സിൻ്റെ നമ്പറുണ്ട്, ഫ്ലാറ്റ് ഉണ്ട്, ഓഫീസുണ്ട്. അവിടെ ഓരോ ദിവസം പേപ്പറിൽ അവർ ഓരോ സിനിമകൾ തുടങ്ങുമ്പോൾ അവർ ഇങ്ങനെ ഇന്ന ആളുടെ, ഇപ്പോൾ AR മുരുകദാസ് ടി നഗറിൽ ഓഫീസ് ഇട്ടിരിക്കുന്നു, അവിടെ പുതുമുഖങ്ങളെ ആവശ്യമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു പരിപാടി തമിഴ്നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ചായക്കടയിലെ സൗഹൃദം കൊണ്ട് ഇതാണ് ഇവിടുത്തെ ഒരു പ്രോസസ്സ് എന്ന് മനസ്സിലായി. സിനിമ അന്വേഷണത്തിന് ഉള്ള പരിപാടി ഇതാണ്. ഫോട്ടോകൾ എടുക്കുക, നമ്മുടെ ഫോൺ നമ്പറും അന്ന് ഫോണൊക്കെ വന്നു. അപ്പോൾ നമ്മുടെ ചെറിയ നോക്കിയയുടെ ഫോണൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആ ഫോണുണ്ട്, ഒരു ചെറിയ ഫോൺ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്പറൊക്കെ എഴുതി ഫോട്ടോയും കൊണ്ട് ഈ പറഞ്ഞ ഓഫീസുകൾ കയറുക. അങ്ങനെ കയറി ഇറങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് സംഗീത സ്റ്റുഡിയോ എന്ന് പറയുന്നൊരു സ്റ്റുഡിയോ ആണോ അത് സിനിമ ആയിട്ട് ബന്ധപ്പെട്ടാണ് എന്നുള്ളൊരു ക്ലൂ കിട്ടിയിട്ട് അവിടെ ചെല്ലുകയാണ്. അവിടെ ചെന്ന് അവിടുത്തെ മാനേജറെ കാണുന്നു. അയാൾ ചോദിച്ചു, അദ്ദേഹം ഒരു തെലുങ്കനായിരുന്നു. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇങ്ങനെ സിനിമയിൽ അവസരം ചോദിച്ചു വന്നതാണ് എന്ന് പറഞ്ഞ് ഫോട്ടോ നീട്ടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് സ്റ്റുഡിയോ ആണപ്പാ, ഇവിടെ ഓഡീഷനൊന്നുമില്ല, ഇവിടെ ഓഫീസ് ബോയ്ക്കൊരു വേക്കൻസി ഉണ്ട്, നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നോളാൻ പറഞ്ഞു. കറക്റ്റ് അഡ്രസ്സ് കോണ്ടാക്റ്റ് ഒക്കെ പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നോളാൻ പറഞ്ഞു. ഇത്ര രൂപ ശമ്പളം എന്തോ വളരെ കുറവാണ്, 1000 രൂപയ്ക്ക് താഴെ കണ്ടാണ് പറഞ്ഞത്, 700-500 എത്രയോ അങ്ങനെ ഒരു കുഞ്ഞ് ശമ്പളം പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരുപാട് ഡയറക്ടേഴ്സ് വരും, അപ്പോൾ അവരോടൊക്കെ കാണാം. പിന്നെ വന്നവരോട് ചാൻസ് ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത്, നീ നിന്ന് ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നിന്നെ കണ്ട് ആരെങ്കിലും കൂടെ സംസാരിക്കുകയാണെങ്കിൽ ചാൻസൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് അവിടെ കയറാൻ തയ്യാറായി. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ആ സ്റ്റുഡിയോയിൽ കയറാൻ തീരുമാനിച്ചതാണ് സത്യത്തിൽ സിനിമയെ കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധിച്ചത്, അല്ലെങ്കിൽ സിനിമയെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരുപക്ഷെ അതിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും അവസരം കിട്ടി, അല്ലെങ്കിൽ ലെനിൻ സാറ് പ്ലാൻ ചെയ്ത ആ സിനിമ നടന്നിരുന്നെങ്കിൽ ഞാൻ ഒരു പക്ഷേ സിനിമയെ ഫോളോ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പരാജയപ്പെടുകയും കൂടി ചെയ്യുകയാണെങ്കിൽ എൻ്റെ ലൈഫ് അതോടെ തന്നെ ഞാൻ
2-3 പ്രാവശ്യം ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട ആ വിഷയത്തിൽ ഞാൻ ചിലപ്പോൾ വിജയിച്ചേനെ, ആത്മഹത്യ എന്ന് പറയുന്ന ആ വിഷയത്തിൽ. അപ്പോൾ ഈ സ്റ്റുഡിയോ കയറിയത് കൊണ്ടാണ് സിനിമ എന്താണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയത്. അവിടെ 2 ഓണേഴ്സാണുള്ളത്. ഒന്ന് രാജു സാറും FS രാജു എന്ന് പറയും, പിന്നൊന്ന് ധരണി സാറ്. അദ്ദേഹം സൗണ്ട് മിക്സിങ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. 2 പേർക്കും കൂടിയുള്ള അസിസ്റ്റൻ്റാണ്. അപ്പോൾ അത് തന്നെ ഒരു വലിയ ടാസ്ക്കായിരുന്നു. കാരണം ഒരാൾ ഇവിടെ വിളിച്ച് ഇദ്ദേഹത്തിന് എന്തെങ്കിലും വാങ്ങിക്കാൻ പോയി തിരിച്ച് വരുമ്പോൾ തന്നെ അദ്ദേഹം വിളിക്കും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഓർഡർ വരും, അത് അങ്ങോട്ട് പോകും. അപ്പോൾ സൈക്കിളില്ല, വേറെ ബൈക്ക് ഓടിക്കാൻ അറിയില്ല, നടപ്പ് തന്നെ. നടപ്പ് എന്ന് പറഞ്ഞാൽ ഈ അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് കാപ്പി വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ സിഗരറ്റ് വാങ്ങിക്കാൻ പറയും, സിഗരറ്റ് വാങ്ങിക്കുമ്പോൾ ചോറ് വാങ്ങിക്കാൻ പറയും. പിന്നെ ഈ തമിഴ്നാട്ടിലെ സിനിമാക്കാർക്ക് ഒരു ശീലമുണ്ട്. അവർ ടി നഗറിൽ ഇന്തസന്തിലെ லெஃப்ட் சந்து போய் ரைட்டு திரும்பும்போது ஒரு இஸ்திரி கடை இருக்குது. அந்த இஸ்திரி கடை பக்கத்தில் வந்து ஒரு அம்மா வந்து தோசை சுடுவாங்க. அவங்களுக்கு நேராக ஆப்போசிட் ஒரு கடை இருக்குது. அந்த கடையில் ஒரு கல் தோசை கிடைக்கும். அந்த கல் தோசை வாங்கிட்டு വാ പറയും. എവിടെ നിന്നെങ്കിലും ദോശ വാങ്ങിച്ചാൽ പോരാ, ഇവർ പറയുന്ന സാധനം വാങ്ങിക്കണം. അന്ന് വേണമെങ്കിൽ പറ്റിക്കായിരുന്നു, ഇത് ഇന്ന സ്ഥലത്ത് നിന്നൊക്കെ പറയുന്നു. പക്ഷേ ഇവർ പറയുന്ന കടയിലേക്ക് പോവും. അതേപോലെ ഇന്ന ഭവൻ മറ്റേ ഭവൻ ഇന്ന് കാപ്പി എന്നൊക്കെ പറഞ്ഞ്. സത്യത്തിൽ ആദ്യത്തെ ഒരു 2-3 മാസം വല്ലാത്ത പണി തന്നെയായിരുന്നു. 3 മണി 4 മണിക്ക് ചോറ് തിന്നും, കിടക്കുന്നത് 11 മണി 12 മണിക്ക് കിടപ്പ്. പിന്നെ ഞാൻ കയറി ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ, 5-6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ദീപാവലിയായി. ദീപാവലി എന്ന് പറയുന്ന സിനിമയുടെ റിലീസിൻ്റെ പ്രധാനപ്പെട്ട റിലീസുകൾ. അപ്പോൾ പ്രധാനപ്പെട്ട സിനിമകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഏഴാം അറിവും വേലായുധവും, വിജയുടെയും സൂര്യയുടെയും പടം. ഞാൻ വർക്ക് ചെയ്യുന്ന സ്റ്റുഡിയോയിൽ എല്ലാം ഉണ്ട്. ഡബ്ബിംഗ് ഉണ്ട്. ആ ഡബ്ബിംഗ് കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ശ്രീജ മേഡമാണ്. നമ്മളുടെ ശ്രീജ മേഡത്തിന് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ സൗണ്ട് മിക്സിംഗ് ഉണ്ട്. പിന്നെ എഫക്ട്സ് ഉണ്ട്. നമ്മുടെ ഈ കാലിൻ്റെ ശബ്ദം കൊടുക്കുക, നമ്മൾ ഈ നടന്നു പോകുമ്പോൾ, കാട്ടിൽ കൂടി നടന്നു പോകുമ്പോൾ ഇലകളുടെ ലൈവ് എഫക്ട്സ് കൊടുക്കുമല്ലോ, അതുണ്ട്. എഡിറ്റിംഗ് ഉണ്ട്. എഡിറ്റിംഗ് പഴയ എഡിറ്റിംഗ് ആണ്, ഈ നമ്മളിങ്ങനെ നോക്കിയിട്ട് കട്ട് ചെയ്യുന്ന ആ എഡിറ്റിംഗ് ഉണ്ട്. അവിടെ കയറി ഈ ദീപാവലി സമയത്ത് ഏഴാം അറിവ് സൂര്യയുടെ സിനിമയാണ്, വേലായുധം വിജയുടെ സിനിമ. അപ്പോൾ ഈ 2 സിനിമകൾ അവിടെ നടക്കുന്നു. ഉറക്കം എന്ന് പറഞ്ഞതില്ല. 2 മണി 3 മണിക്കൊക്കെ കാപ്പി വാങ്ങിക്കാൻ പറഞ്ഞു വിടും. ഈ രാത്രിയൊക്കെ അവിടെ വടപഴനി ജംഗ്ഷൻ വരെ പോയിട്ട് ഈ സൈക്കിളിൽ ആളുകളുണ്ടാവും, ഇത് വിൽക്കുന്നവർ, ചായ വിൽക്കുന്നവർ, സിഗരറ്റ് വാങ്ങിക്കുക, ചായ വാങ്ങിക്കുക. തുട ഉരഞ്ഞ് സാധാരണ തുട ഉരഞ്ഞ് പൊട്ടിയാൽ ചോര പൊടിയുള്ളൂ. ഇത് ചോര ഒഴുകുമെന്ന് പേടിച്ചു. അത്രമാത്രം തുട ഉരഞ്ഞിട്ട് വേദനിച്ച് എൻ്റെ പരിപ്പിളകി. ഈ സിനിമയും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോരാം എന്നൊക്കെ തോന്നി. പക്ഷേ അവിടെയൊക്കെ എന്തൊക്കെയോ ഒരു വാശിയും നേടണം എന്നുള്ളൊരു ആഗ്രഹവും പിന്നെ സിനിമയോടുള്ള ഇഷ്ടവും കൂടി. അതേപോലെ ആ കാലഘട്ടത്തിൽ ഡബ്ബിങ്ങിനെ കുറിച്ച് അടുത്തിരുന്ന് കാണാനും പഠിക്കാനും ശ്രീജ മാമിൻ്റെ സഹായം ഉണ്ടായിട്ടുണ്ട്. ശ്രീജ മാമിൻ്റെ ഹസ്ബൻഡ് രവി സാറ്, അവർ മലയാള സിനിമകൾ തമിഴിലേക്കും തെലുങ്കിലേക്കും ഡബ്ബ് ചെയ്യുന്നതിൻ്റെ കോർഡിനേഷൻ മൊത്തം, ബാക്കിയുള്ള വേണ്ട ആ സിനിമ മൊത്തത്തിൽ ഡബ്ബ് ചെയ്യേണ്ട എല്ലാ ആർട്ടിസ്റ്റുകളെയും വിളിച്ചിരുന്നതും ചെയ്യിപ്പിച്ചിരുന്നതൊക്കെ മാമാണ്. മലയാളി എന്നുള്ള നിലയിലും എന്നോടൊരു ഇഷ്ടം മാമിനുണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം പൈസയൊക്കെ കൂടുതൽ തരും, എന്തെങ്കിലും ടിപ്പൊക്കെ തരും. അവിടെ ഇങ്ങനെ കംഫർട്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ ഒരു തരത്തിൽ മദ്യപാനം എന്നെ പലപ്പോഴും സഹായിച്ചിട്ടുണ്ടെന്നും പറയാം. കാരണം അതായത് മദ്യപിച്ച് ഒരു വിഷയം ഉണ്ടാക്കി ആ വിഷയത്തിൻ്റെ പേരിൽ പുറന്തള്ളപ്പെട്ട് പിന്നെ വേറൊരു സ്ഥലത്ത് പോയടുത്ത് പച്ച പിടിച്ച് വന്ന് അങ്ങനെ, അല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ നിന്ന് പോയേനെ. ഇപ്പോൾ ഈ സംഗീത സ്റ്റുഡിയോയിൽ നിൽക്കുമ്പോൾ ഈ മാനേജറുമായിട്ട് ഭയങ്കര
ബഹളമുണ്ട്. കാരണം ഒരു സൈക്കിൾ വാങ്ങിച്ചു തരാനുള്ളൊരു സമരമൊക്കെ ഞാൻ അവിടെ നടത്തി. നടന്ന് മതിയായി എന്നുള്ളൊരു, നമ്മളവിടെ സ്ഥിരമായി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പതുക്കെ അവകാശവാദങ്ങളൊക്കെ തുടങ്ങുമല്ലോ, അത് വേണം ഇത് വേണം എന്നൊക്കെ ഉള്ള. എൻ്റെ ഇടയ്ക്ക് ഒരു ലീവ് കിട്ടിയപ്പോൾ കുറച്ച് പൈസയൊക്കെ തന്നു. ആ പൈസയ്ക്ക് അവിടെ ബാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ബാറ് പോലെയല്ല, പോവുക വാങ്ങിക്കുക, അവിടെ ഇരുന്ന് കുറേ ചെയറുകളുണ്ടാവും, സിനിമയിലൊക്കെ കണ്ട എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ പോയിരുന്ന് കഴിച്ച് ഓവറായി. ഞാൻ ഏറ്റവും ആദ്യം സൂചിപ്പിച്ച ഒരു സിസ്റ്റത്തിൻ്റെ തലയിലേക്ക് ഞാനൊരു ഭാരം ഇട്ടായിരുന്നു. അതായത് മദ്യപാനവും സെക്സും ഒക്കെ പഠിക്കേണ്ട രീതിയിലല്ല, പഠിക്കേണ്ട സമയത്തല്ല പഠിച്ചത്. നമ്മുടെ സിസ്റ്റം ശരിയല്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ അതൊന്ന് അറിയാനും അത് ആസ്വദിക്കാനും ഒക്കെ ആയിട്ടുള്ള കുറേ ശ്രമങ്ങൾ മദ്രാസിൽ ഈ ജീവിതത്തിൻ്റെ ഇടയിൽ അത് നടന്നിട്ടുണ്ട്. ആ ഏരിയയിൽ ഒരുപാട് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ സ്റ്റുഡിയോയിൽ നിന്ന് അവിടെ നിന്ന് നല്ല കുട്ടിയായി കംഫർട്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും ഈ പറഞ്ഞ എല്ലിൻ്റെ ഇടയിൽ കുത്തൽ എന്നാണ് അതിന് കാരണന്മാരൊക്കെ പറയുക, എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ എല്ലിൻ്റെ ഇടയിൽ കുത്താൻ തുടങ്ങി. പതുക്കെ അവിടെ നിന്ന് ചാടാനുള്ള പണികൾ, മദ്യവും പരിപാടിയൊക്കെ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഫങ്ഷൻ, അതായത് പൂജവെപ്പ് വലിയ ഒരു ഫങ്ഷനാണുള്ളത്. ആ പൂജവെപ്പിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണ് ഞാൻ. വാഴ വെട്ടിക്കൊണ്ടുവരുന്നു, അവിടെ വയ്ക്കുന്നു, കെട്ടുന്നു, പൂവ് വാങ്ങിക്കാൻ പോകുന്നു. അപ്പോൾ ഒരു ഗസ്റ്റ് വരും. ഗസ്റ്റിന് ആരാണെന്നൊന്നും അറിയില്ല, ഒരു 7 മണിക്ക് വരുവാർ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓട്ടത്തിലാണ് ഇത് അറേഞ്ച് ചെയ്യാനുള്ള ഇതിലൊക്കെ. അപ്പോൾ ഞാൻ കിടക്കുന്നത് ഒരു വരാന്തയിലാണ്. ഈ വരാന്തയുടെ ഇവിടെ ഒരു ഡെസ്ക് ഉണ്ട്. ആ ഡെസ്കിൻ്റെ അടിയിൽ എൻ്റെ ബാഗും പായും സാധനങ്ങളൊക്കെ വയ്ക്കും. ഈ ഡെസ്കിൻ്റെ മുകളിലാണ് എൻ്റെ എന്തെങ്കിലും ഈ ചാർജ് കുത്തിയിരുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വയ്ക്കണം. അപ്പോൾ ഈ ഡെസ്കിൻ്റെ മുകളിൽ ഞാൻ എൻ്റെ കുറച്ച് അഭിനയത്തിൻ്റെ സാധനങ്ങൾ, ഒരു ചെറിയ മേക്കപ്പ് ബോക്സും, പിന്നെ കുറച്ച് ദൈവങ്ങളുടെ പടവും, അങ്ങനെ കുറേ ഞാൻ പൂജയ്ക്ക് വെച്ചേക്കുക. കുറച്ച് സിനിമാ നടന്മാരുടെ ഫോട്ടോ, ലാൽ സാറിൻ്റെയും മമ്മൂക്കയുടെയും രജനി സാറിൻ്റെയും കമൽ സാറിൻ്റെയൊക്കെ ഫോട്ടോ ഒട്ടിച്ച ഇതുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെച്ചേക്കുക. എന്നിട്ട് കുറച്ച് അവിലും മലരും ഒക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ രഹസ്യമായിട്ട് ഞാൻ പൂജയ്ക്ക് വെച്ചേക്കുക. അപ്പോൾ ഇതാരെങ്കിലും ഇവർ കണ്ടിട്ട് എനിക്ക് ഇതിനോടുള്ള ഒരു എന്താ പറയുക, എൻ്റെ ഒരു ഇത് കണ്ട് എന്നെ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് സിനിമയിലേക്ക് എടുക്കട്ടെ എന്ന് ധരിച്ചോ എന്തോ, അല്ലെങ്കിൽ എന്തോ ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗസ്റ്റ് ആരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ ഈ ജീവിതത്തിലേക്ക് നയിച്ച, മര്യാദയ്ക്ക് കള്ളും കുടിച്ച് എന്തെങ്കിലും തെമ്മാടിയായിട്ട് മരിച്ചു പോകേണ്ട എന്നെ വഴിതെറ്റിച്ച് സിനിമ എന്ന് പറയുന്നൊരു മോഹം എൻ്റെ തലച്ചോറിൽ വിതച്ച, അല്ലെങ്കിൽ വിത്ത് പാവിയ ലെനിൻ സാറാണ് അവിടെ അന്ന് ഈ പൂജയ്ക്ക് വരുന്നത്. എൻ്റെ കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ 7ാം അറിവ് സിനിമ അതിനകത്ത് എൻ്റെ ശബ്ദം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കാണ് എന്ന് പറഞ്ഞു. ഇവർ കണ്ടു കഴിഞ്ഞിട്ട്, എടാ നിൻ്റെ ശബ്ദം കേട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു, ആ പട്ടി ബിസ്ക്കറ്റ് തിന്നുന്ന ശബ്ദം എൻ്റെയാണ്.